സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുന്നണി മാറ്റങ്ങളുടെ കാലമാണ്. രണ്ടില വാർഡില്ല, അത് വലത്തേക്ക് തിരിയുമെന്നാണ് പറയുന്നത്. CPI UDF പോകുമെന്ന് പറയുന്നു. ഇപ്പോൾ പുതുതായി പുറത്തു വരുന്ന വാർത്ത NDAയുടെ ഭാഗമായിരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളിയുടെ BDJS ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കും. ഇത് കോൺഗ്രസ് പേടിക്കേണ്ടതില്ലേ? കേരള മുന്നണി വിപുലീകരണം ചർച്ച ചെയ്യുമ്പോൾ UDF കേരള കോൺഗ്രസ് എം ഒരു കാരണവശാലും കടന്നു വരില്ല. വന്നാൽ പോലും ആർജവമുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ എതിർപ്പിനെ തുടർന്ന് നേതൃത്വത്തിന് അത് മാറ്റിവെക്കേണ്ടി വരും. കാരണം മാണി എന്ന് പറയുന്ന UDF നേതാവായിരുന്ന പാലായുടെ സ്വന്തം, കേരളത്തിന്റെ സ്വന്തം മാണി സാറിന്റെ പാർട്ടി, അദ്ദേഹത്തിന്റെ മരണശേഷം ജോസ് കെ മാണി പിണറായി വിജയന്റെ കാലിൽ കൊണ്ട് കെട്ടിക്കൊടുത്ത കേരള കോൺഗ്രസ് എം പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുന്നണിക്കൊപ്പം നിൽക്കാതെ അവരുടെ മാത്രം സൗഭാഗ്യങ്ങൾ തേടിപ്പോയ ഒരു പാർട്ടി. അത് തിരികെ വരുമ്പോൾ അത് മധ്യ കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക്, UDFന്റെ പ്രവർത്തകർക്ക് അതൊരു വലിയ അപ്പോഴും ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നില്ലേ? മധ്യ കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിക്കുന്നതിന്റെ ഭാഗമായി അതിന്റെ ഉത്തരം ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകി കഴിഞ്ഞു. അല്ല, തീർച്ചയായും കൊച്ചുമാണിയോ അല്ലെങ്കിൽ കീഴൂട്ട കൊച്ചാട്ടന്റെ പാർട്ടി ഒന്നും ഇല്ലെങ്കിലും UDFന് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് കൃത്യമായ ഉത്തരം മധ്യ കേരളത്തിൽ കണ്ട്. പാലയിലെ ഇടത് ഭരണം ഉറപ്പിക്കാൻ കഴിയത്തില്ലെങ്കിൽ പിന്നെ എന്ത് പാണിയാ? അടച്ചാക്ഷേപിക്കുന്നതിനപ്പുറം ക്രിസ്ത്യൻ വോട്ടുകളിലെ ഷെയറുകൾ കൃത്യമായി ഇപ്പോഴും കേരള കോൺഗ്രസ് എമ്മിനോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ല, സ്വാഭാവികമായും ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. UDF ഉപകാരമാകും. പക്ഷേ ഇവരുടെ ഇന്ന് രാവിലെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, ഞങ്ങളെ ദയവ് ചെയ്ത് മുന്നണിയിലേക്ക് വിളിക്കരുതേ. ഈ അഹന്തയും ഈ അഹങ്കാരവും കണ്ട് അവന്റെ പിന്നാലെ പോകേണ്ടുന്ന ഒരു സാഹചര്യം ഇന്നത്തെ UDFന് ഇല്ല, ഇന്നത്തെ കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ കൃത്യമായി പറയുന്നത്, കേരള കോൺഗ്രസ് എം, കേരള കോൺഗ്രസ് B, ഈ രണ്ട് പാർട്ടികൾ ഒരു കാരണവശാലും UDF കടന്നു വരില്ല. കടന്നു വന്നാൽ പോലും ഇവിടുത്തെ പ്രവർത്തകർ അത് അംഗീകരിക്കില്ല എന്നുള്ളതാണ്. അവരിപ്പോഴും മലർപ്പൊടിക്കാരന്റെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. LDF വീണ്ടും അധികാരത്തിലെത്തും എന്ന തരത്തിലൊക്കെയുള്ള സ്വപ്നങ്ങളായിരിക്കും ഒരുപക്ഷെ അവരുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു തേർഡ് റേറ്റ് ബാർഗെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇവരൊക്കെ ഉള്ളത്. പക്ഷേ BDJS NDAയുമായി അകലുന്നു എന്ന വാർത്ത, അത് UDF ഭയപ്പെടേണ്ടതുണ്ട്. BDJS NDAയുമായി അകന്നാൽ എന്തായാലും തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം കൊടുക്കുന്ന ആ പാർട്ടിക്ക് മേൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആൾക്കുള്ള ഒരു കൈ, ഒരു പിടി, അത് തള്ളിക്കളയാൻ സാധിക്കുന്നതൊന്നുമല്ല. വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പമാണ്, പിണറായി വിജയനൊപ്പമാണ്. പിണറായി വിജയന്റെ വണ്ടിയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ അനുവാദമില്ലാതെ കടന്നു കയറിയതാണെന്ന് ഈ പറയപ്പെടുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞെങ്കിൽ കൂടി അത് പിണറായി വിജയന്റെ പൂർണ്ണമായ അനുകൂലത്തോടു കൂടിയാണ് ആ ഒരേ വണ്ടിയിലെ യാത്ര. അത് ഈ പറയപ്പെടുന്ന BDJS LDFന്റെ ഘടകകക്ഷിയാകാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ സാധിക്കില്ല. ഇടതുപക്ഷ മുന്നണി എന്ന വാഹനത്തിലേക്ക് BDJS എന്ന് പറയുന്ന പാർട്ടി കൂടി കടന്നു കയറിയാൽ NDAയിലുള്ള BDJSനേക്കാൾ കരുത്തരാകും LDFലെ BDJS. നമുക്കറിയാം, എപ്പോഴും ഈഴവ കമ്മ്യൂണിറ്റി എപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പം നിന്നിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരു വിഭാഗം ആളുകളാണ് BDJSനൊപ്പം BJPയിലേക്ക് അല്ലെങ്കിൽ NDAയിലേക്കൊക്കെ അവർ കുടം ചിഹ്നത്തിലും താമര ചിഹ്നത്തിലും ഒക്കെ മാറ്റിക്കൂട്ടിയാൻ ശ്രമിച്ചു. പക്ഷെ ബഹുഭൂരിപക്ഷം ആളുകൾ ഇപ്പോഴും ഇടത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്. അവിടേക്ക് ഇടതുപക്ഷത്തേക്ക് BDJS വരുമ്പോൾ എന്തായാലും ഞങ്ങളുടെ ഹൃദയപക്ഷത്ത് തന്നെ വോട്ട് ചെയ്യാമല്ലോ, അവർക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കാമല്ലോ എന്ന് ചെയ്ത വികാരത്തോടുകൂടി BDJS അവിടെ ശക്തമാകാനുള്ള എല്ലാ സാധ്യതയും, ആ മുന്നണിക്കൊപ്പം തന്നെ BDJSനും കരുത്താർജിക്കാനുള്ള ഒരു അവസരമാണെന്ന് മനസ്സിലാക്കും. കാരണം പ്രത്യേകിച്ച് തുഷാർ വെള്ളാപ്പള്ളി അവിടെ നിന്നതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് നരേന്ദ്രമോദിയുടെ പ്രത്യേക അനുഗ്രഹാശിസുകളൊന്നും ഇപ്പം നിലവിൽ കിട്ടുന്നില്ല. അനുഗ്രഹാശിസുകളുടെ തുഷാർ വെള്ളാപ്പള്ളിയുടെ പടം ചെറുതായി വെക്കാമെന്നല്ലാതെ രാജീവ് ചന്ദ്രശേഖരൻ ആ ടീമിന് മാത്രമാണ് ഇപ്പോൾ NDA കൊണ്ട് പ്രയോജനമുള്ളത് എന്ന കൃത്യമായ ബോധ്യം BDJSനുണ്ട്, വെള്ളാപ്പള്ളിക്കുണ്ട്, തുഷാർ വെള്ളാപ്പള്ളിക്കുണ്ട്. അതുകൊണ്ട് തന്നെ BDJS ഇടതുപക്ഷത്തേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ സാധ്യതയുണ്ടെങ്കിൽ അത് പേടിക്കേണ്ടത് UDF ആണ്. NDAയിലുള്ള BDJSനേക്കാൾ കരുത്തരായിരിക്കും ഇടതുപക്ഷത്ത് വരാൻ പോകുന്നത്. അല്ല, BDJSന് ഈഴവ കമ്മ്യൂണിറ്റിയുടെ അട്ടിപ്പേർ അവകാശം ഇത് 2 തവണയായി സ്പ്ലിറ്റ് ചെയ്യുന്ന പോകുന്ന സാഹചര്യം നോക്കൂ. വെള്ളാപ്പള്ളി നടേശൻ എന്ന ഫാക്ടർ അവിടെ നിൽക്കുമ്പോഴും വെള്ളാപ്പള്ളി നടേശന് ഇവിടെ ഈഴവ കമ്മ്യൂണിറ്റിയുടെ അട്ടിപ്പേർ അവകാശം ആരും നൽകിയിട്ടില്ല. അത് മുന്നിൽ കണ്ടുകൊണ്ട് കമ്മ്യൂണിറ്റി വോട്ടുകൾ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് NSSലെ സുകുമാരൻ നായർ അല്ല SNDPയിലെ വെള്ളാപ്പള്ളി നടേശൻ. മനസ്സിലാക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ NSSൽ സുകുമാരൻ നായർ അവസാന വാക്കാണ്, കരുത്തനാണ്. ഇപ്പോ ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കരയോഗത്തിൽ, എന്റെ കുടുംബം അടങ്ങുന്ന കരയോഗത്തിൽ ചിരിക്കാനൊന്നുമില്ല, ഞാൻ എന്റെ നായർ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾ, എന്റെ അച്ഛനും അമ്മയും നായരായി, ഞാനും നായരായേ പറ്റൂ. NSSന്റെ സജീവ പ്രവർത്തകരാണ് എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ. അച്ഛൻ ആരോഗ്യമുള്ള കാലത്ത്, അമ്മ ഇപ്പോഴും സജീവമായി NSS പ്രവർത്തിക്കുന്ന ആളാണ്. അതിനകത്ത് ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല കെവിൻ, എല്ലാവർക്കും ഉണ്ടാവും അത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ കരയോഗത്തിൽ ഒരുപക്ഷെ ഞാൻ നാളെ മെമ്പർഷിപ്പ് എടുത്തേക്കാം, എനിക്കൊരു തെറ്റുമില്ല. എൻ്റെ ഭാര്യ എറണാകുളം കരയോഗത്തിലെ മെമ്പറാണ്, എൻ്റെ
ഭാര്യയുടെ വീട്ടുകാരെ കടവന്ത്ര കരയോഗത്തിലെ മെമ്പർമാരാണ്. എൻ്റെ ഭാര്യ ജോലി ചെയ്യുന്നത് എറണാകുളം കരയോഗത്തിന്റെ ഉടമസ്ഥയിലുള്ള എയ്ഡഡ് സ്കൂളിലാണ്. പറയുന്നതിന് എന്താ, എനിക്കൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സുകുമാരൻ നായർക്കെതിരെ ഞങ്ങളുടെ കരയോഗത്തിൽ ഒരു പ്രമേയം പാസ്സായപ്പെടുന്നു. അതായത് അവിടെ ഇപ്പോൾ സ്വാഭാവികമായും കരയോഗത്തിന് നേതൃത്വം കൊടുക്കുന്നത് കൂടുതൽ BJP നേതൃത്വത്തിലുള്ളവരാണ്, BJP പ്രവർത്തകരായതുകൊണ്ടാകാം ഈ ശബരിമല വിഷയത്തിൽ ഇടതുപക്ഷത്തിനൊപ്പം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊപ്പം നിലപാടെടുത്തു എന്ന പേരിൽ ഇത്തരത്തിലൊരു പ്രവൃത്തി നടക്കുകയാണ്. പക്ഷെ അവിടെ കൃത്യമായി പ്രസിഡന്റിനോട് രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മുകളിൽ നിന്ന് പ്രസിഡന്റ് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. ഇതിൽ വിയോജിക്കാൻ സാധിക്കുന്നുള്ളൂ, അനുകൂലിക്കാൻ സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം മിനിറ്റ്സിൽ തന്നെ നോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ താലൂക്ക് യൂണിയനിൽ നിന്ന് വിളിച്ചു പറഞ്ഞ പ്രസിഡന്റിനോട് രാജിവെച്ചോളൂ, ഭരണസമിതി പിരിച്ചു വിട്ടേക്കാം. അത് കരയോഗങ്ങളിൽ ഇപ്പോഴും സുകുമാരൻ നായരുടെ നേരിട്ടുള്ള ഇടപെടൽ അല്ലെങ്കിൽ സുകുമാരൻ നായരുമായി നിൽക്കുന്ന അടുത്ത ബന്ധങ്ങളുടെ നേരിട്ടുള്ള ഇടപെടൽ കൃത്യമായി നടക്കുന്നുണ്ട്. സുകുമാരൻ നായരെ മാനിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു കൂട്ടം നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റുന്നില്ല നായർ കമ്മ്യൂണിറ്റിയിൽ. പക്ഷെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് സുകുമാരൻ നായർ പറഞ്ഞാൽ ഒരു പക്ഷേ അത് നായർ കമ്മ്യൂണിറ്റിയിലുള്ള രണ്ടാണ് തിരിച്ചു. പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം കൊടുക്കുന്ന BDJS അല്ല. BDJS ഇടതുപക്ഷത്തേക്ക് പോയാൽ അതിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വെള്ളാപ്പള്ളിയുടെ ഇടപെടലുകൾ ഉണ്ടാവും. ഈഴവ കമ്മ്യൂണിറ്റിയിൽ ഈ നായർ കമ്മ്യൂണിറ്റി പോലെയല്ല, നായർ കമ്മ്യൂണിറ്റിയേക്കാൾ ഒത്തൊരുമയും അവർക്ക് വേണ്ടിയുള്ള സ്വരങ്ങളും കൂടുതലാണ് ഈഴവ കമ്മ്യൂണിറ്റി. അത് ഒരു ഇലക്ഷന്റെ കാര്യമെടുത്താൽ താഴെ തട്ടിൽ ഇലക്ഷന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവർക്കറിയാം. നായർ വോട്ടുകൾ ഈഴവ വോട്ടുകൾ എന്ന് കണക്ക് കൂട്ടുമ്പോൾ നായർ വോട്ടുകളിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ എളുപ്പവും ഈഴവ വോട്ടുകളിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ പാടുമാണ് എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിലയിരുത്തുന്ന ഒന്നാണ്. അപ്പോൾ സ്വാഭാവികമായും BDJS എന്ന് പറയുന്ന പാർട്ടി ഇടതുപക്ഷ മുന്നണിയിലേക്ക് വരുമ്പോൾ അത് കരുത്താർജിക്കാനുള്ള സാഹചര്യം അവിടെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നോക്കൂ, ആലപ്പുഴ ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ കോട്ടയായിരുന്നു. ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ ഒരു തേരോട്ടം നമ്മൾ കണ്ടതാണ്. KC വേണുഗോപാൽ അല്ലാതെ വേറെ ഏത് മനുഷ്യൻ മത്സരിച്ചിരുന്നെങ്കിലും BJP കൊണ്ടുപോകുന്ന ഒരു സീറ്റ് അതിനെയൊക്കെ തിരിച്ച് ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് BDJS ഇടതുപക്ഷ മുന്നണിക്കൊപ്പം ചെല്ലുമ്പോഴാണ്. ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മുന്നണി വിപുലീകരണത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെയും കേരള കോൺഗ്രസ് BAയും BDJSനെയും മാറ്റി അല്ല ചർച്ച ചെയ്യേണ്ടത്. കേരളത്തിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ BJP കഴിഞ്ഞാൽ അല്ലെങ്കിൽ CPM കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ അടുത്ത പാർട്ടി CPI ആണ്. CPIയുടെ നിലപാട് CPI അസ്വസ്ഥരാണ്, സീരിയസ്ലി അസ്വസ്ഥരാണ്. CPIയുടെ നേതാക്കന്മാരെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച ആളുകൾക്ക് വേണ്ടി മാത്രം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വർക്കുകൾ നടന്നു എന്നുള്ളതാണ്. നോക്കൂ, RJDയുടെ സ്ഥാനാർത്ഥികൾ, അതായത് നെൽക്കറ്റ് ഏന്തിയ സ്ത്രീ, ആ ചിഹ്നത്തിലൊക്കെ മത്സരിച്ച പത്തനംതിട്ട റാന്നിയിലൊക്കെ മത്സരിച്ച ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ കണക്ക് വേറെ സ്റ്റോറി ആയിട്ട് ഞാൻ ചെയ്തു തരാം, ഞാൻ പറഞ്ഞുതരാം. കൃത്യമായി പണി കൊടുത്തിട്ടുണ്ട്. ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥികൾ CPIയുടെ അടക്കം സ്ഥാനാർത്ഥികൾക്ക് CPM കൃത്യമായ പണി കൊടുത്തിട്ടുണ്ട്. അവരുണ്ടാകരുത് ആ പണി. പക്ഷേ തിരിഞ്ഞു കുത്തിയത് പിണറായി വിജയന്റെ ഭരണവിരുദ്ധ വികാരമായിട്ടാണ് എന്ന് പറച്ചിലേക്കാണ്. ഇതിനൊരു പാട്ടിനെ പഴിച്ചിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. ഇതാണ് ഫാക്ടർ. മുന്നണി വിപുലീകരണം സാധ്യമാകേണ്ടത് UDFൽ മാത്രമൊന്നുമല്ല, LDFും അസ്വസ്ഥരാണ്. UDFൽ ഇപ്പോൾ 140 നിയോജക മണ്ഡലങ്ങളിലേക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഘടകകക്ഷികളുടെ എണ്ണം കൂടുമ്പോൾ അവരുടെ സീറ്റുകൾ കുറയും. ഇതേ അവസ്ഥയിൽ നിന്നുകൊണ്ട് ജയിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഉണ്ടാക്കിയെടുക്കാനുള്ള എല്ലാവിധമായ സജ്ജീകരണങ്ങളും UDF മുന്നോട്ട് വെക്കുന്നുണ്ട്. VD സതീശൻ പറയുന്ന മുന്നണി വിപുലീകരണം എന്ന് പറയുന്നത് ഈ ഘടകകക്ഷികളെ തിരിച്ചു കൊണ്ടുവരുന്ന മുന്നണി വിപുലീകരണം മാത്രമൊന്നുമല്ല, കമ്മ്യൂണിറ്റികളെ ഒപ്പം നിർത്തുക. ഇപ്പൊ മനസ്സിലായല്ലോ, സുകുമാരൻ നായരുടെയോ വെള്ളാപ്പള്ളി നടേശന്റെയോ പ്രീതി വേണ്ട എന്നല്ല. കേരളത്തിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ ജാതി വോട്ടിന് വലിയ സ്ഥാനമില്ലാന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. അല്ല, ഇനി വരാൻ പോകുന്ന സാഹചര്യങ്ങളിൽ അത് കമ്മ്യൂണിറ്റി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, പ്രാദേശികമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഓരോ കമ്മ്യൂണിറ്റിയെ കൂടി ആഡ് ഓൺ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ഈ ഞാൻ പറയുന്ന ഒരു റെസിഡൻഷ്യൽ അസോസിയേഷനെ പോലും ഒരുപക്ഷെ ഘടകകക്ഷിയായി കാണേണ്ടി വരും. ഞാൻ കൃത്യമായി പറയാണ്, എവിടെയൊക്കെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ജയിച്ചിരിക്കുന്നു, 3 തവണകളായി സ്വതന്ത്ര സ്ഥാനാർത്ഥി മാത്രം ജയിക്കുന്ന വാർഡുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വലിയ സത്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ സ്വതന്ത്രമായി മത്സരിച്ചവരും അവർക്ക് വോട്ട് ചെയ്ത ഒരു കമ്മ്യൂണിറ്റിയാണ്. ഈ കമ്മ്യൂണിറ്റി ഒരു ഘടകകക്ഷിയായിട്ട് പരിഗണിക്കേണ്ടി വരും. അപ്പോൾ ഈ മുന്നണി സംവിധാനത്തെ വിപുലീകരിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളെ ഒപ്പം ചേർക്കൽ മാത്രമല്ല, അതിൽ വിവിധങ്ങളായ മാനങ്ങൾ UDF ക്യാമ്പ് കാണുന്നുണ്ട്. അത് UDF ക്യാമ്പ് അതിലേക്ക് വിജയത്തിലെത്തും. കൃത്യമായ പഠനമാണ്. എന്തായാലും VD സതീശന് കബഡിയോ ജ്യോതിഷോ ഒന്നും അറിയില്ല, കബഡി ജ്യോതിഷോ ഒന്നും അറിയില്ലല്ലോ കൃത്യമായി പ്രവചിക്കാൻ. കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് UDF ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ BDJS LDFിലേക്ക് എത്തിയാൽ അതിനെ തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ കൂടി, ആലപ്പുഴ പോലെയുള്ള മേഖലകളിൽ അതിനെ തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ കൂടി UDF നോക്കേണ്ടതുണ്ട്.